യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളും കേരളം ഏറെ ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്യുന്നത്. AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകളിലൂടെ വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചെന്ന വാർത്തകൾക്ക് പിന്നാലെ ഇനി കാര്യങ്ങൾ നയതന്ത്ര തലത്തിലാണ് നീങ്ങേണ്ടതെന്ന് AP വിഭാഗം നേതാവ് അബ്ദുൾ ഹക്കീം അസ്ഹരി വ്യക്തമാക്കിയതോടെ ഈ വിഷയം പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനായി നടന്ന അന്താരാഷ്ട്ര മധ്യസ്ഥ ശ്രമങ്ങളിൽ നിർണായകമായ പങ്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കായിരുന്നു. MLA ഗോത്രത്തലവന്മാരുടെയും മതനേതാക്കളുമായും അടുത്ത ബന്ധമുള്ള അദ്ദേഹം തന്റെ സ്വാധീനം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് തടയാൻ ശ്രമിച്ചു. വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയയ്ക്ക് മാപ്പ് ലഭിക്കുന്ന ഘട്ടം വരെ ഈ ഇടപെടലുകൾ ഫലം കണ്ടുവെന്നാണ് മകനും മർക്കസ് നോളജ് സിറ്റി ഡയറക്ടറുമായ അബ്ദുൾ ഹക്കീം അസ്ഹരി വ്യക്തമാക്കുന്നത്. കാന്തപുരത്തിന്റെ പണി ഈ ഘട്ടത്തോടെ അവസാനിച്ചെന്നും ഇനി നിമിഷപ്രിയയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലെത്താനുള്ള ബാധ്യത പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെയും നയതന്ത്ര വിഭാഗത്തിന്റെയും കൈകളിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിമിഷപ്രിയയുടെ വിഷയം അതീവ ഗൗരവത്തോടെ അവതരിപ്പിച്ചതായും ഹക്കീം അസ്ഹരി സ്ഥിരീകരിച്ചു. ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്കും അപ്പുറം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര നീക്കങ്ങളിലൂടെ മാത്രമേ ഇനി മോചനം സാധ്യമാകൂ എന്നതാണ് വസ്തുത. നിമിഷപ്രിയയുടെ മോചനത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബത്തിന്റെ നിലപാടാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദി ഉയർത്തുന്ന കടുത്ത പ്രതിഷേധം കാര്യങ്ങൾ സങ്കീർണമാക്കുന്നുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങളോടോ പണം നൽകി പരിഹരിക്കുന്ന ദയാധനം സ്വീകരിക്കുന്നതിനോ കുടുംബം ഇതുവരെ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല.